അഭിഷേക മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരീക്ഷയും പരിശോധനയും എന്നതിലേക്ക് നമുക്ക് കടന്നു പോകുമ്പോൾ പരീക്ഷ എപ്പോഴും അത് ദൈവത്തിൽ നിന്നുള്ളതല്ലെന്നും പരിശോധന നമ്മളെ ശോധന ചെയ്യുന്നതാണെന്നും നമ്മൾ തിരിച്ചറിയണം. കൊരിന്ത്യരുടെ ലേഖനം 10-ാം അധ്യായത്തിന്റെ 12-ാം വചനത്തിൽ നമ്മൾ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിപ്പാൻ ശ്രദ്ധിച്ചു കൊള്ളണമെന്ന് കർത്താവ് പറയുക. നമുക്ക് നേരിടേണ്ട പരീക്ഷ, ഇവിടെ നമുക്ക് നടപ്പില്ലാത്ത ഒരു പരീക്ഷകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ ദൈവം ഇടയാക്കുകയില്ല. ചില പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനൊരു പോക്കുവഴിയും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നുണ്ട്. ബൈബിൾ പറയാ, അല്പനേരത്തേക്കുള്ള പരീക്ഷ നിങ്ങൾക്ക് വലിയ തേജസ്സിലേക്ക് നടത്തപ്പെടാൻ ദൈവം ഇടയാക്കും. രണ്ടു വിധത്തിൽ നമുക്കിതിനെ കാണാൻ കഴിയും. പരീക്ഷ, യേശു കർത്താവ് പരീക്ഷിക്കപ്പെടാൻ ഇടവന്നു. അത് പിശാചിനാലാണ്. യേശു വചനത്താൽ പിശാചിനെ തോൽപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അതിനൊരു പോംവഴി അവിടെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. പിശാചിനോട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് തിരുവഴുത്തി കാണാൻ കഴിയും. ഹാദവും ഹവ്വായെയും ഏദൻ തോട്ടത്തിൽ അവിടെ പരീക്ഷിക്കപ്പെടുന്നത് കാണാൻ കഴിയും. അവിടുന്ന് പരാജയപ്പെടുന്നത് കാണാൻ കഴിയും. തോട്ടത്തിൽ നിന്ന് അവർ പുറത്താക്കുന്നത് കാണാൻ കഴിയും. വീണ്ടും അബ്രാഹത്തിന് പരിശോധന വരുന്നുണ്ട്. അബ്രാഹത്തിന്റെ പരിശോധന വിശ്വാസത്തിലാണ്. വിശ്വാസത്തിൽ ശോധന ചെയ്യുമ്പോൾ അബ്രഹാം അതിൽ വിജയിക്കുക ചെയ്യുന്നത്. മടി കൂടാതെ തന്റെ മകനെ യാഗം കഴിപ്പാൻ കൊണ്ടുപോകുന്നു. എന്നാൽ ജോസഫിന്റെ ജീവിതത്തിൽ ഇതാ വലിയൊരു പരിശോധന കടന്നു വരുമ്പോൾ ജോസഫ് അതിൽ നിന്ന് അതിജീവിക്കുന്നത് കാണാൻ കഴിയും. ഇതുപോലെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് പല വിധത്തിലുള്ള പരിശോധന കടന്നു വരും. നമ്മൾ വിചാരിക്കും പരിശോധന നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരു പോക്കുവഴി ദൈവം ഒരുക്കി തരുമെന്ന. ശരിക്കും അതിനേക്കാൾ നല്ലത് ദൈവത്തോട് നമുക്ക് കൂടുതൽ അടുക്കുവാനും ദൈവത്തിൽ ജീവിക്കുവാനും ഈ പരീക്ഷ സഹിക്കാനുള്ള കൃപയും നമുക്ക് നൽകി നമ്മളെ ദൈവം ബലപ്പെടുത്തുകയുള്ളൂ. യോബിന്റെ ജീവിതത്തിൽ വലിയ പരീക്ഷ കടന്നു വന്നു, പരിശോധന കടന്നു വന്നു. യോബ് അതിൽ വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല വിധത്തിൽ മക്കളിലൂടെയും മാതാപിതാക്കളിലൂടെയും കുടുംബത്തിലൂടെയും നമ്മുടെ കൂട്ടായ്മയിലൂടെയും സഭയിലൂടെയൊക്കെ വലിയ പരീക്ഷകൾ കടന്നു വന്നേക്കാം. ഒന്ന്, നമുക്കതിനുള്ള പോംവഴിയും പരീക്ഷ സഹിക്കാനുള്ള ശക്തിയും ദൈവം തന്ന് നമ്മളെ ബലപ്പെടുത്തും. പിശാചിന്റെ ചില കോട്ടകളുണ്ട്, അതിനെ തകർക്കാൻ വേണ്ടിയാ ദൈവം നമ്മെ ഒരുക്കി നിർത്തിയിരിക്കുന്നത്. പരിശോധനകൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ഓർത്തോണം, നമ്മളെ ബലപ്പെടുത്തേണ്ടതിനാ, നമുക്ക് കരുത്ത് തരേണ്ടതിനാ, നമ്മളെ അനുഗ്രഹിക്കേണ്ടതിനാ. നമ്മൾ ഈ പരിശോധനയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? വിജയിക്കണം. പത്രോസിന്റെ ജീവിതത്തിൽ തള്ളിപ്പറയാനുള്ള സാഹചര്യങ്ങൾ കടന്നു വന്നപ്പോൾ പത്രോസ് അതിൽ പരാജയപ്പെടുന്നതാ കാണാൻ കഴിയുന്നത്. പത്രോസിനോട് കർത്താവ് പറഞ്ഞായിരുന്നു, ഇന്ന് കോഴി പോകുന്നതിന് മുമ്പ് നീ എന്നെ തള്ളിപ്പറയും. ഇതുപോലെ ജീവിതത്തിൽ തള്ളിപ്പറയുന്ന ചില സാഹചര്യങ്ങൾ, ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ, ജീവിതത്തിലെ ചില പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വരുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട് ഇനി എന്തിനാ ഞാൻ പ്രാർത്ഥിക്കുന്നത്, ദൈവം എനിക്ക് ഉത്തരം തരുന്നില്ലല്ലോ, ഞാൻ കാത്തിരിക്കാൻ തയ്യാറല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്കൊരു സമയം അല്ലെങ്കിൽ ദൈവം ഞാൻ പറഞ്ഞതുപോലെ ദൈവം നടത്തണം എന്നുള്ള ചിന്തയാണ്. എന്നാൽ ദൈവം പറഞ്ഞതുപോലെ എനിക്കൊന്ന് ദൈവസന്നിധി, അബ്രാഹാം കാത്തിരുന്നോ? എത്ര വർഷം? 25 വർഷക്കാലം. ഇതുപോലെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് കാത്തിരിക്കാമോ? ഒന്ന് പ്രാർത്ഥിക്കാമോ? പരീക്ഷയും പരിശോധനയും ജീവിതത്തിൽ കടന്നു വന്നേക്കാം. രണ്ടു വിധത്തിൽ. ഒന്ന് പിശാചിനാൽ വന്നേക്കാം, ഒന്ന് ജീവിതത്തിൽ നമുക്ക് ശോധന ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്തിനാ? വിശ്വാസം ഉറപ്പിക്കപ്പെട്ട് നമ്മൾ കരുത്തരായി ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാൻ വേണ്ടിയാ. നമ്മൾ ദൈവത്തോട് കൂടെ ബലത്തോട് കൂടെ നിൽക്കണം. എല്ലാവരും ഒറ്റപ്പെടുത്തുന്നേ. ആരും നമ്മളെ, ബന്ധുക്കളും മിത്രങ്ങളും ആരും നമ്മളെ ഫോൺ വിളിക്കുകയല്ല. നമ്മളൊരു നന്മ ചെയ്താൽ ആ തിരിച്ച് നമുക്കൊരു നന്ദി പറയാൻ ആരും കാണുകയില്ല. നമ്മളെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും പരിഹസിക്കാനാ, അവർക്ക് ചെയ്താൽ എന്തേ എന്ന് ചോദിച്ച് നമ്മളെ പൂർണ്ണമായി മാറ്റി നിർത്താനാ ഇടയാകുന്നത്. നമ്മൾ അതിനെ ഓർത്ത് ഭാരപ്പെടരുത്. ഇവിടെ നമുക്ക് ബലം വേണം, ഇവിടെ നമുക്ക് ശക്തി വേണം. യേശു കർത്താവിനെ നമുക്ക് നോക്കണം. കാൽവരി ക്രൂശിലേക്ക് പോയപ്പോൾ അടിച്ചവരെ നോക്കി, നിന്ദിച്ചവരെ നോക്കി, പരിഹസിച്ചവരെ നോക്കി. ഈ കഷ്ടം മുഴുവൻ കാൽവരിയിൽ അവൻ ഏറ്റെടുത്തില്ലേ? നമ്മൾ ആരെങ്കിലും ഏറ്റെടുക്കുവോ?
നമ്മളെ നിന്ദിക്കുന്നവരെ നോക്കി നമ്മൾ പറയും, ഓ കർത്താവേ, അവർ നിന്ദിക്കുന്നു, അവർക്കൊരു പണി കൊടുക്കണമേ. അങ്ങനെയല്ല നമ്മുടെ ജീവിതം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പഠിക്കണം. സമാധാനത്തിൽ അവർക്ക് കർത്താവെ മുന്നോട്ട് പോകാൻ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. എപ്പോഴും നമ്മുടെ അനുഗ്രഹത്തിന്റെ ശബ്ദം വായിൽ നിന്ന് വരണം. മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി നമ്മൾ എപ്പോഴും കരുതലുള്ളവരായിരിക്കണം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാൻ. കർത്താവേ, പരീക്ഷയും പരിശോധനയും ജീവിതത്തിൽ വരുമ്പോൾ തേജസ് മുന്നിൽ കണ്ടുകൊണ്ട് ഇതിനെ സഹിച്ചും ഇതിൽ അതിജീവിക്കാനുള്ള ശക്തിക്കായി മുന്നോട്ട് പോകത്തക്ക വിധം ഞങ്ങളെ ബലപ്പെടുത്തണം. കർത്താവിന്റെ മഹത്വം ഞങ്ങളെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.